ഹായ്, ഞാൻ ഡോക്ടർ താനിയ, സൈക്കോളജിസ്റ്റാണ്. ലെറ്റ് മീ ടെൽ യു ഹൗ മലയാളീസ് ഫീൽ അബൌട്ട് ക്രൈസിസ് ഇൻ്റർവെൻഷൻ. ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്നത് ഇമ്പോർട്ടൻ്റ് ആയ സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഡനായി വരുന്ന ഇമോഷണൽ ഷോക്ക്, സ്ട്രെസ് അല്ലെങ്കിൽ ഓവർവെൽമിങ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ ഇമ്മീഡിയറ്റായി നൽകുന്ന സപ്പോർട്ടാണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ. ഇതൊക്കെ സംഭവിക്കുന്നത് ജോബ് ലോസ്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, ആക്സിഡൻറ്റ്, സീരിയസ് ഇൽനെസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡായി ലൈഫ് ചേഞ്ചസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഒരാളുടെ മൈൻഡ് ക്ലിയറായി തിങ്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഡിസിഷൻ മേക്കിംഗ് വളരെ കഷ്ടത്തിലാകും. ഇമോഷൻസ് ഇൻറ്റൻസായി ഫീൽ ചെയ്യും. ക്രൈസിസ് എന്നത് ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ അല്ല കേട്ടോ, പക്ഷേ ഒരു ടെമ്പററി ഇംബാലൻസിലേക്ക് നമ്മളായി പോകുന്നതാണ്. അത് കറക്റ്റ് സപ്പോർട്ട് കിട്ടിയാൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന കൂടിയാണ്. ഇതിൽ മൈൻഡ്, ഇമോഷൻസ്, എനർജി ലെവൽ, ലൈഫ് ഫങ്ഷനിങ് എല്ലാം അഫക്റ്റഡ് ആവുന്നൊരവസ്ഥ ഉണ്ടാവും. ഉദാഹരണത്തിന്, ഒരാൾ കോൺസ്റ്റൻ്റായി ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നു എന്ന് കരുതുക. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, പല സാഹചര്യങ്ങളിലും വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ പോലും മാനേജ് ചെയ്യാൻ കഴിയാതെ കഷ്ടത്തിലായി പോവും. ചില സമയങ്ങളിൽ ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ് പോലുള്ള ഫീലിങ്സും വരാം. എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന തോട്ട് ഉണ്ടാകും. ക്രൈസിസ് ഇൻ്റർവെൻഷനിൽ മെയിൻ ഫോക്കസ് എന്താണെന്ന് നോക്കിയാൽ, ആദ്യം ആ വ്യക്തി സേഫാണോ അല്ലയോ എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക, നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വാലിഡാണ് എന്ന് അറിയിക്കുക. പിന്നെ ഗ്രാജ്വലി അവരുടെ തോട്ട്സിനെ കാം ചെയ്യാൻ സഹായിക്കുക. സിറ്റുവേഷൻ സ്മോൾ സ്റ്റെപ്പായി ബ്രേക്ക് ഡൗൺ ചെയ്യുക. പ്രാക്ടിക്കലായി ആ സിറ്റുവേഷനോട് കോപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഓരോ സ്റ്റെപ്സിനനുസരിച്ച് അവരെ എക്വിപ്പ് ചെയ്തെടുക്കുക. ഇതിൽ ബ്രീത്തിങ് ടെക്നിക്സ്, ഗ്രൗണ്ടിങ് എക്സസൈസ്, സപ്പോർട്ടീവ് കോൺവെർസേഷൻ ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്. അതുപോലെ ഒരു പേഴ്സൺ തന്നെ പുള്ളി എലോൺ അല്ല എന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി സോഷ്യൽ സപ്പോർട്ട് ഇൻവോൾവ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് പ്രൊഫഷണൽ ഹെൽപ്പ് തേടി പോകുന്നത് എന്ന് നോക്കിയാൽ, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കണ്ടിന്യൂസ് ആങ്സൈറ്റി ഓർ ഡിപ്രഷൻ, സെൽഫ് ഹാം റിലേറ്റഡ് ആയ തോട്ട്സ്, അല്ലെങ്കിൽ ഡെയിലി ലൈഫ് ഫങ്ഷനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഡിസ്റ്റർബ്ഡ് ആയാൽ, അപ്പോഴൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ റിക്കവറി ഫാസ്റ്റ് ആകും. ലോങ് ടേം പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. റിമെമ്പർ, ക്രൈസിസ് എന്ന് പറയുന്നത് ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആകാം. കറക്റ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയായി മാറിയേക്കുകയും ചെയ്യും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളറിയുന്ന ആർക്കെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹെൽപ്പ് തേടുന്നത് ഒരു തെറ്റല്ല, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിനായി മലയാളികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായി ജഡ്ജ്മെൻ്റ് ഇല്ലാത്തൊരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണ് കൂടുതലുള്ളത്. 749 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജസ് വഴി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സമയം തിരഞ്ഞെടുത്ത് ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായ സൈക്കോളജിസ്റ്റിനെ ഒരു സെക്ഷൻ ബുക്ക് ചെയ്ത് പിന്നീട് ഓൺലൈൻ കൺസൾട്ടൻസിയിലൂടെ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാം. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളാണ് എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.